Hello, dears. This is Ashokuma MP, your beloved English teacher, and today I want to translate a fantastic story in the third standard English text. Dears, welcome to the third standard English textbook part 2, Unit 4, titled as Blooms and Breeze. Blooms means blossoms or flowers. Breeze means gentle wind. Gentle wind. Okay. Yes. Yes. Yeah. Here I want to tell you the apt translation of the story, The Land of the Winds. Let's start the story. Welcome. Okay. Welcome, dears. Okay. Dorothy, a little girl, lived in a small wooden house with her uncle and aunt. നോക്കൂ, ഡോറോത്തി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി lived in a small wooden house. ചെറിയൊരു മരം കൊണ്ടുണ്ടാക്കിയ വീട്ടിലായിരുന്നു താമസം. With her uncle and aunt. അവളുടെ അമ്മാവന്റെയും അമ്മായിയുടെയും കൂടെയായിരുന്നു. Her house was in the middle of a meadow. അവരുടെ വീട് ഒരു പുൽത്തകിടിയുടെ മിഡിൽ ഭാഗത്തായിരുന്നു, നടുവിലായിരുന്നു. മെഡോ, പുൽത്തകിടി. The wind never stopped blowing there. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ഒരിക്കലും കാറ്റ് അവിടെ നിർത്തുമായിരുന്നില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. The wind never stopped blowing there. കാറ്റ് ഒരിക്കലും അവിടെ അടിക്കുന്നത് നിർത്തിക്കൊണ്ടിരുന്നില്ല, എപ്പോഴും കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. When the wind blew hard, കാറ്റിങ്ങനെ കഠിനമായിട്ട് അടിച്ചാൽ Dorothy's family would take shelter in the cellar of the house. അപ്പൊ കാറ്റ് ഭയങ്കരമായിട്ട് അടിച്ചാൽ ഡോറോത്തിയുടെ കുടുംബം എന്താ ചെയ്യാ? Dorothy's family would take shelter. Take shelter എന്ന് പറഞ്ഞാൽ അഭയം തേടുക. എവിടെ അഭയം തേടുക? In the cellar. അറ, മുറി. എവിടെ? Of the house. അവരുടെ വീട്ടിന്റെ ഉള്ളറയില്, ഉൾഭാഗത്തുള്ള ഒരു മുറിയിൽ അഭയം തേടും. അങ്ങനെയായിരുന്നു അവർ രക്ഷപ്പെട്ടു പോകുന്നത്. On a cloudy day, നല്ല മഴക്കാറുള്ള ഒരു ദിവസം, Dorothy was playing with her pet dog. ഡോറോത്തി അവളുടെ പെറ്റ് ഡോഗുമായിട്ട് കളിക്കായിരുന്നു. ആരാണ് പെറ്റ് ഡോഗ്? ടോട്ടോ. അപ്പോ നോക്കുക, ഡോറോത്തി തൻ്റെ പെറ്റ് ഡോഗായിട്ട് കളിക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. അതാണ് കഥ. The storm is on its way. Dorothy, run to the cellar. Be quick. Oh, the storm is on its way. ഇതാ കാറ്റ് വരുന്നു. Dorothy, run to the cellar. വേഗം നമ്മുടെ മുറിയിലേക്ക് ഓടിക്കോ. Be quick. വേഗമാവട്ടെ. Her uncle cried out. അമ്മാവൻ വിളിച്ചുപോയി. He ran towards the cellar. എന്നിട്ട് അദ്ദേഹം ആ അറയിലേക്ക് ഓടി. Aunt followed him. അമ്മായിയും അദ്ദേഹത്തെ അനുധാവനം ചെയ്തു എന്ന് പറഞ്ഞാൽ കൂടെ പോയി, ഓടി. Dorothy stopped playing. ഡോറോത്തി കളി നിർത്തി. Come with me, Toto. She called out. Toto, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവൾ ടോട്ടോയെ വിളിച്ചു. So Dorothy ran towards the cellar. The storm, കൊടുങ്കാറ്റ് ആരംഭിക്കുകയാണ് അന്ന്. Dorothy ran towards the cellar. അവളും അറയെ ലക്ഷ്യമാക്കി ഓടി. But Toto ran to the house and hid under a cot. ടോട്ടോ എന്ത് ചെയ്തു? നേരെ വീട്ടിലേക്ക് ഓടിയിട്ട് ഒരു കട്ടിലിനടിയിൽ ഒളിച്ചു. ടോട്ടോ എന്ന് she searched for him in the house. അവള് അവന് വേണ്ടി വീട്ടിലാകെ തെരഞ്ഞു. Searched for him. Toto, come out. Dorothy yelled out. ഡോറോത്തി ഉറക്കെ വിളിച്ചു കൂവി. Yell out. ഉറക്കെ, ഒരു കരച്ചിലിന്റെ വക്കോളം എത്തിയ കൂവലാണത്. And the howling wind swept voice away. നോക്കൂ,
ആർത്തലയ്ക്കുന്ന ഹൗളിംഗ് വിൻഡ്, ആർത്തലയ്ക്കുന്ന കാറ്റ്. സെപ്റ്റ്, സീപ്പി എന്ന് പറഞ്ഞാൽ സീപ്പ് അവേ എന്ന് പറഞ്ഞാൽ തൂക്കുക അല്ലെങ്കിൽ ദൂരേക്ക് പറത്തി വിടുക, കൊണ്ടുപോവുക എന്നൊക്കെ അർത്ഥം. ദ ഹൗളിംഗ് വിൻഡ് സെപ്റ്റ് യുവർ വോയിസ് അവേ, അവളുടെ ശബ്ദത്തെ ദൂരെ എങ്ങാണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവളുടെ ശബ്ദം ആര് കേട്ടില്ല? തോറ്റോ കേട്ടില്ല എന്നർത്ഥം. ഓക്കെ. This is the sound of the wind. The wind was getting stronger. കാറ്റിന് ഊക്ക് കൂടുകയാണ്. Getting stronger എന്ന് പറഞ്ഞാൽ മുമ്പത്തേക്കാളും ശക്തി കൂടുകയാണ്. The trees toppled over. മരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മരങ്ങളെല്ലാം കെട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട്. Topple over, മറിഞ്ഞു വീഴുന്നു. The house began to shake. വീട് തന്നെ കുലുങ്ങാൻ തുടങ്ങി. കാരണം അതും മരം കൊണ്ടുള്ള ഒരു വീടാണ് അല്ലേ? The cups and plates in the cupboard slipped down. കബോർഡിൽ ഉണ്ടായിരുന്ന കപ്സും പ്ലേറ്റ്സ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? താഴെ മറിഞ്ഞ് വീഴാൻ തുടങ്ങി. സ്ലിപ്പ് ഡൗൺ, അത് നിന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് സ്ലിപ്പ് ആവാൻ തുടങ്ങി. ആൻഡ് സ്ലിപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ വീണു എന്നർത്ഥം. The mirror on the wall fell down. നോക്കൂ, ചുമരിലുണ്ടായിരുന്ന കണ്ണാടി fell down and broke into pieces. അതെന്തായി? broke into pieces. പീസ് ആയി എന്നർത്ഥം. പല പല കഷ്ണങ്ങളായി. What's happening to your house? What's happening to our house? Dorothy was frightened. ഡോറോത്തിക്ക് പേടിയായി, frightened ആയി അവള്. Was frightened means frightened ആയി. Yes. What's happening to the house? What's happening to your house? എന്താവും നമ്മുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? And the flying house. Yes, the storm roared. കാറ്റ് വീണ്ടും ഭയങ്കരമായിട്ട് അലറുകയാണ്. Creak, creak. There was a thundering sound. ഒരു ഭയങ്കരമായ ശബ്ദം. എന്ത് സംഭവിച്ചു? It lifted the house off. It എന്ന് പറഞ്ഞാൽ കാറ്റ് വീടിനെ ലിഫ്റ്റ് ചെയ്തു, പൊക്കിയെടുത്തു. എവിടുന്ന്? ഓഫ് ദ ഗ്രൗണ്ട്, ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കാറ്റ് വീടിനെ ഭൂമിയിൽ നിന്നും പറിച്ചെടുത്തു. എന്നിട്ടോ ഡോറോത്തി and Toto could not run out of the house. ഡോറോത്തിക്കും ടോട്ടോയ്ക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായില്ല. ഒരു പക്ഷേ അങ്കിളും ആണ്ടും വീട്ടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ട് കാണണം. Oh my God, our house is flying. നമ്മുടെ വീട് പറക്കുകയാണല്ലോ ദൈവമേ, എന്താ ചെയ്യാ? ഡോറോത്തി looked out. അവൾ ചുറ്റും നോക്കി. And she looked out. She saw fallen trees and broken bridges below. അപ്പോ അവര് വീടിന്റെ ഉള്ളിലാണ്, വീട് പറന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ വീണ് കിടക്കുന്ന മരങ്ങള്, broken bridges, തകർന്ന പാലങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. Toto became afraid. നായക്കുട്ടിക്ക് ഭയങ്കരമായുള്ള പേടിയായി. It became afraid. He started running here and there. അവൻ പറന്നു നടക്കുന്ന വീട്ടിനുള്ളിലൂടെ അങ്ങും ഇങ്ങും ഓടാൻ തുടങ്ങി. Inside the house. And we are in danger, dear. Dorothy held Toto in her arms. Dorothy നായക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു held in her arms. held in her arms. അതിനെ held in her arms പറഞ്ഞാൽ കയ്യിലെടുത്തിട്ട് പറഞ്ഞു we are in danger, dear. നമ്മൾ അപകടത്തിലാണെന്ന് പറഞ്ഞു. And the wind lifted the house higher and higher. നമ്മൾ വിമാനത്തിലൊക്കെ പോകുന്നത് പോലെ കാറ്റ് വീടിനെ പിന്നെയും പിന്നെയും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. Over the fallen trees. Over the fallen trees. നോക്കൂ, എന്തിനൊക്കെ മേലെ കൂടി അവർ പോയത്? Over the fallen trees. തകർന്നു കിടക്കുന്ന അല്ലെ പൊട്ടിക്കിടക്കുന്ന മരങ്ങൾക്ക് മേലെ. നോക്കൂ, അവരുടെ മാർക്കറ്റ് അങ്ങാടിക്ക് മേലെ. Over the stream, അരുവിക്ക് മേലെ. Over the mountains, അവിടെയുള്ള മലനിരകൾക്ക് മേലെ, മലകൾക്ക് മേലെ അങ്ങനെ പറക്കുകയാണ് അവർ. Dorothy trembled with fear. ഡോറോത്തി ഭയം കൊണ്ട് വിറച്ചു. She could not even cry. എന്തിനധികം? She could not even cry. അവൾക്ക് കരയാൻ പോലും കഴിഞ്ഞില്ല. She could only see the sky and the dark clouds. അവൾക്ക് ആകെ കാണാൻ കഴിയുന്നതാ? ആകാശം കാണാൻ. She could only see എന്ന് പറഞ്ഞാൽ കാണാൻ കഴിഞ്ഞ എന്ത് മാത്രമാണ്? കഴിഞ്ഞത് എന്ത് മാത്രമായിരുന്നു? The sky and the dark clouds. അപ്പോ ആകാശവും മേഘങ്ങളും മാത്രമേ അവൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. What did she do? She closed her eyes.
അവൾ തന്റെ കണ്ണടച്ചു. എന്നിട്ടോ എവിടെ എത്തുന്നത് നോക്കൂ. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. വിചിത്രമായ ഒരു നാട്ടിലെത്തുന്നു. തട്ട്. എവിടെയോ തട്ടുന്ന ഒച്ചയ്ക്കാണ് തട്ട് എന്നുള്ള. എവിടെയോ തട്ടി. ദ ഹൗസ് ലാൻഡഡ് സംവേർ. വീട് എവിടെയോ വന്ന് വീണു. ലാൻഡഡ് നിലം പതിച്ചു. ഓക്കെ, നിലത്തിറങ്ങി എന്നൊക്കെ അർത്ഥം. ഡോറോത്തി ഓപ്പൺഡ് ഹെർ ഐസ്. ഷി ലുക്ക്ഡ് ഔട്ട്. ഡോറോത്തി കണ്ണ് തുറന്നു, ചുറ്റും നോക്കി. ഓ, ദ സ്റ്റോം ഹാസ് ഗോൺ. ആഹാ, കാറ്റ് പോയല്ല, കൊടുങ്കാറ്റ് പോയല്ല. ഷി കെയിം ഔട്ട് വിത്ത് ടോട്ടോ. അപ്പൊ അവള് തന്റെ നായക്കുഞ്ഞുമായിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. ദ എയർ വാസ് ഫിൽഡ് വിത്ത് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവർ. അത്ഭുതം. ആകാശം പൂക്കളുടെ സുഗന്ധത്താൽ, ഫ്രാഗ്രൻസ് നറുമണം, സുഗന്ധത്താൽ ഫിൽഡ് ആയിരിക്കുന്നു. ബേർഡ്സ് ചിപ്പ്. ബേർഡ്സ് ചിപ്പ്. പക്ഷികൾ ചിപ്പ് ചെയ്യുന്നു. വേർ ആർ വി നൗ? ഓ, നമ്മൾ എവിടെയാണ്? അവൾ അത്ഭുതം കൂറി. ഷി വാണ്ടഡ്. ടോട്ടോ സ്നിഫ്ഡ് അറൗണ്ട്. അവൻ ചുറ്റും മണത്ത് നോക്കി. സ്നിഫ് എന്ന സ്മെൽ. സ്മെൽ വിത്ത് നോസ്. ആൻഡ് ഹി ലുക്ക്ഡ് അറ്റ് ഡോറോത്തി പസിൽഡ്. അവൻ ഡോറോത്തിയെ ഒന്ന് നോക്കി. എങ്ങനെ? പസിൽഡ് ആയിട്ട്, വിഷമിതനായിട്ട്. ബിക്കോസ് ദ ടോട്ടൽ അറ്റ്മോസ്ഫിയർ ഹാസ് ബീൻ ചേഞ്ച്ഡ്. അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഡോറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവേർഡ്സ് ദം. അപ്പോഴതാ ഡോറോത്തി കാണുന്നു കുറച്ച് വിചിത്ര മനുഷ്യർ. സ്ട്രേഞ്ച്, അറിയാത്ത ആളുകൾ എന്നും പറയാം, വിചിത്രരായ മനുഷ്യർ എന്നും പറയാം. കമ്മിങ് ടുവേർഡ്സ് ദം, അവരുടെ നേരെ വരുന്നു. ദേ വർ സ്മോളർ ദാൻ ഡോറോത്തി. വലിയ മനുഷ്യരാണെങ്കിൽ അവർ ഡോറോത്തിയേക്കാളും ചെറുതാണ്. ബട്ട് ബിഗർ ദാൻ ടോട്ടോ. ടോട്ടോയേക്കാളും വലുതും ഡോറോത്തിയേക്കാൾ സ്മോളർ ആയിട്ടുള്ള ആളുകൾ. ദേ വോർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. അവര് എന്ത് ചെയ്തിരിക്കുന്നു? ദേ വോർ ധരിച്ചിട്ടുണ്ട് ഹാറ്റ്സ്, തൊപ്പികൾ ധരിച്ചിരിക്കുന്നു. ആ തൊപ്പിയിലൊക്കെ ബെല്ലുണ്ട്. അപ്പോൾ മുഴങ്ങുന്ന ബെല്ലുകളുള്ള തൊപ്പികൾ ധരിച്ച ആളുകളാണ്. ടോട്ടോ ബാക്ക്ഡ് അറ്റ് ദം. ടോട്ടോ അവരെ കണ്ടപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡോഗല്ലേ, അത് ബാർക്ക് ചെയ്യാൻ തുടങ്ങി, കുരയ്ക്കാൻ തുടങ്ങി. Calm down, Toto. ഡോറോത്തി patted him. ഡോറോത്തി അവനെ പതുക്കെ ഒന്ന് അവന്റെ മുതുക് തട്ടിയിട്ട് പറഞ്ഞു, calm down dear. Yes. അപ്പോ ഇവരെന്താ ചെയ്യുന്നത്? ഈ വന്ന ആളുകള്, ഹായ് ലിറ്റിൽ ഗേൾ, we are munchkins. We are munchkins. ഞങ്ങള് munchkins എന്ന് പറയുന്ന തരം ആളുകളാണ്. Yes, welcome to our land. ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. We are so happy today. ഇന്ന് ഞങ്ങള് വളരെ സന്തോഷവാന്മാരാണ്. Why? You saved us. You saved us. നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. This said. Dorothy was confused. ഡോറോത്തിക്ക് കൺഫ്യൂസ്ഡ് ആയി. എന്താണ്? അവൾ ആശയക്കുഴപ്പത്തിലായി എന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലായില്ല. അതിനാണ് കൺഫ്യൂസ്ഡ് എന്ന് പറയും. നമ്മൾ കാര്യം മനസ്സിലാവാത്ത അവസ്ഥയ്ക്ക് then we are confused. അടുത്ത് നോക്കൂ, ദ ഹീറോ. ആരാണ് ഹീറോ ആവാൻ പോകുന്നത് നമുക്ക് നോക്കാം. യു ആർ അവർ ഹീറോ. അവര് പറയാണ്, നീയാണ് ഞങ്ങളുടെ ഹീറോ. യു കിൽഡ് ദ ക്രൂവൽ വിച്ച്. നീ എന്താണ്? ദുഷ്ടയായ ഒരു വിച്ചിനെ നീ കൊന്നു. വിച്ച് എന്ന് പറഞ്ഞാൽ ആരാ? മന്ത്രവാദിനി. യെസ്, നീ ഒരു ദുഷ്ട മന്ത്രവാദിനിയെ കൊന്നിരിക്കുന്നു. A young munchkin said. ആ മൻസ്കിൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്രായത്തിലുള്ള മൻസ്കിൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? യു സേവ്ഡ് അവർ ലൈഫ്. നീ ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചിരിക്കുന്നു. ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ. ഏയ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിവൺ, നോ, ഐ നെവർ. ഒരിക്കലും ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഡോറോത്തി ആരെയും കൊന്നിട്ടില്ലല്ലോ. ഡോറോത്തി ക്രൈഡ് ഔട്ട്. ഡോറോത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നോട്ട് യു ബട്ട് എ ഹൗസ്. നീയല്ല, നിന്റെ വീട്. അതെങ്ങനാ? യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കറ്റ് വിച്ച്. യു ലാൻഡഡ് യുവർ ഹൗസ്. നിങ്ങൾ എന്ത് ചെയ്തു? നീ നിന്റെ വീട് എന്ത് ചെയ്തു? ലാൻഡ് ചെയ്തു, നിലത്ത് പതിപ്പിച്ചു. എവിടെ? ഓൺ ദ വിക്കറ്റ് വിച്ച്. ആ വിക്കറ്റ് വിച്ചിന്റെ മേലെയാണ് വീട് വന്ന് പതിപ്പിച്ചത്. ഓക്കെ, വിക്കറ്റ് ആയിട്ടുള്ള
ദുഷ്ടയായിട്ടുള്ള ക്രൂവലായിട്ടുള്ള വിക്കറ്റ് ക്രൂവൽ ദുഷ്ടയായിട്ടുള്ള വിച്ചിന് മേലെ നീ വീട് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തു. വലിയൊരു വീട് വന്ന ഒരാളുടെ മേൽ പതിച്ച് എങ്ങനെ ഉണ്ടാവും? സെഡ് an old munchkin. ഒരു പ്രായം ചെന്ന മഞ്ച്കിൻ പറഞ്ഞു, അങ്ങനെയാണ് നീ രക്ഷിച്ചത്. ഇസ് ഇറ്റ് സോ? അങ്ങനെ ഉണ്ടായോ? ഓഹോ, ഡോറത്തി വാസ് ഷോക്ക്ഡ്. അവള് ഞെട്ടിപ്പോയി. ഇതിന്റെ ഇടയ്ക്ക് അതും സംഭവിച്ചു, അങ്ങനെയും സംഭവിച്ചോ? എല്ലാം അവിചാരിതമാണല്ലോ. യെസ്, we were her slaves. അതെ, ഞങ്ങളെല്ലാം അവളുടെ അടിമകളായിരുന്നു. We were her slaves. Slave, അടിമ. ഓക്കെ, അടിമ എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് ഉടമ പറയുന്നത് കേൾക്കാനേ കഴിയുള്ളൂ, മറ്റൊന്നും കഴിയില്ല. യു സെറ്റ് us free. നീ ഞങ്ങളെ സെറ്റ് ഫ്രീ, സ്വതന്ത്രയാക്കി. Let us celebrate our freedom. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യാം, ആഘോഷിക്കാം. They began to dance. അങ്ങനെ ഒരു ഡാൻസ് തുടങ്ങാണ്. They began, തുടങ്ങി ഡാൻസ് ചെയ്യാൻ. Join us, ഞങ്ങളുടെ കൂടെ കൂടൂ. The old munchkin invited Dorothy. മഞ്ച്കിൻ, ഒരു ഓൾഡ് മഞ്ച്കിൻ പറഞ്ഞു, വാ ഡോറോത്തി, വരൂ എന്ന് പറഞ്ഞു. താങ്ക്സ്, ബട്ട് പ്ലീസ് ഹെൽപ്പ് us go back to our village. Oh no. Okay, yes, thanks, but please help us go back to our village. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോകാൻ സഹായിക്കണേ. She said. Sorry, we can't. Oh, we can't. അത് ഞങ്ങൾക്കാവില്ല. But surely the Wizard of Oz can help you. പക്ഷെ മറ്റൊരു മന്ത്രവാദിയുണ്ട്. Or a magician. ഒരു magician ഉണ്ട്, മാജിക്കാരൻ. Wizard of Oz. അയാളുടെ പേരാണ് Wizard of Oz. ഇയാൾക്ക് he can help you. Wizard of Oz? Who is he? അങ്ങനെ ഒരാളോ? അതാരാണ് Wizard of Oz എന്ന് പറയുന്നത്? Asked Dorothy. ഡോറോത്തി ചോദിച്ചു. Yes. He is a powerful magician who can work wonders. അദ്ദേഹമാണ് ഈ നാട്ടിലെ പവർഫുൾ ആയിട്ടുള്ള magician, മാന്ത്രികനാണ്. He can work wonders. അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന ആളാണ്. He can work wonders. The old munchkin replied. പ്രായം ചെന്ന ഒരു മഞ്ച്കിൻ വനിത റിപ്ലൈ ചെയ്തു. ഡോറോത്തി smiled. ഡോറോത്തി ഒന്ന് പുഞ്ചിരിച്ചു. She walked with the Toto to meet the Wizard of Oz. ഓസിലെ വിസാർഡിനെ കാണാൻ വേണ്ടിയിട്ട്, ഓസിലെ വിസാർഡിനെ കാണാൻ വേണ്ടിയിട്ട് ടോട്ടോയും ഡോറോത്തിയും കൂടെ നടന്നു. അങ്ങനെ മീറ്റിംഗ് ദ വിസാർഡ്, വിസാർഡിനെ കാണുന്നു, വിസാർഡുമായിട്ടുള്ള കണ്ടുമുട്ടൽ. They reached the Wizard's palace. അവർ വിസാർഡിന്റെ കൊട്ടാരത്തിലെത്തുന്നു. They reached. Welcome. Well done, Dorothy. You saved the munchkins. What can I do for you? വന്നപ്പോ തന്നെ പറഞ്ഞു, magician അല്ലേ, അയാൾക്ക് എല്ലാം മനസ്സിലായി. Well done, Dorothy. ഉഷാറായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു. നീ ഞങ്ങളുടെ മഞ്ച്കിൻസിനെ രക്ഷിച്ചു. What can I do for you? The Wizard of Oz. അയാൾ ചോദിച്ചു, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അവളപ്പോ തന്നെ പറഞ്ഞു, പ്ലീസ് ഹെൽപ്പ് us go back to our village. പ്ലീസ് ഹെൽപ്പ് us go back to our village. ഞങ്ങളെ ഗ്രാമത്തിലേക്ക് കൊണ്ടാക്കിയാൽ മതി, പോവാൻ സഹായിക്കൂ. ഡോറോത്തി pleaded. അവള് കേണ അപേക്ഷിച്ചു. പ്ലീഡ് എന്ന് പറഞ്ഞാൽ താണ് കേണ അപേക്ഷിക്കുന്നതിനാണ്. Why do you want to leave this beautiful place? എന്തിനാ നിങ്ങൾ ഈ സുന്ദരമായ സ്ഥലം വിട്ടു പോകുന്നത്? Why do you want? എന്തിനാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? To leave, വിട്ടു പോവാൻ. എന്ത്? This beautiful place? He asked. There is no other place like our own home, Dorothy said. അപ്പോൾ അഭിമാനത്തോടെ ഡോറോത്തി പറഞ്ഞു, there is no other place in the world. ഈ ലോകത്തിൽ എവിടെയും there is no other place like our own home. സ്വന്തം വീട് പോലെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഡോറോത്തി ചോദിച്ചു. As you wish. Oh, as you wish, my dear. Okay, എങ്കിൽ പ്രിയേ, നീ ആഗ്രഹിക്കുന്നത് പോലെയാവട്ടെ. The wizard waved his magic wand. magician എന്ത് ചെയ്തു? The wizard, മന്ത്രവാദി എന്ന് പറയാം, magician എന്ന് പറയാം.
ഇന്ദ്രജാലക്കാരൻ എന്നൊക്കെ പറയാം വിസാർഡിന്. ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. അയാൾ തന്റെ മാജിക് വാൻഡ് വേവ് ചെയ്തു. വേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ചുഴറ്റുക. ഓക്കെ, യെസ് യെസ്. ഓ, the house appeared. അതാ വന്നിരിക്കുന്ന വീട്. വീട് ദാ appeared. വീട് കാണുമാറായി, അല്ലെങ്കിൽ വീട് പ്രത്യക്ഷപ്പെട്ടു. ഡോറോത്തിയും ടോട്ടോ got in. ഡോറോത്തിയും ടോട്ടയും അതിനകത്ത് കയറി. It began to fly. അത് പറക്കാൻ തുടങ്ങി. Over the hills, over the fields. അങ്ങനെ 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 എങ്ങനെയാണ് അങ്ങോട്ട് പോയത് അതേപോലെ കുന്നുകൾക്ക് മേലെ, വയലുകൾക്ക് മേലെ, ഓവർ എന്ന് പറഞ്ഞാൽ മേലെ കൂടെ പറക്കുകയാണല്ലോ. ഓക്കെ, ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹർ വില്ലേജ്. അവളുടെ ഗ്രാമത്തിൽ തന്നെ വീട് ലാൻഡ് ചെയ്തു. വീട് അവിടെ വന്ന് ഇറങ്ങി. ലാൻഡഡ്, ഇറങ്ങി. എവിടെ? അവളുടെ ഗ്രാമത്തിൽ തന്നെ വീട് വന്നിറങ്ങി. ടോട്ടോ, വി ആർ ബാക്ക്. ടോട്ടോ, നമ്മൾ തിരിച്ചെത്തി എന്ന് പറഞ്ഞു. ഷി ബിക്കെയിം വെരി ഹാപ്പി. വളരെ സന്തോഷവതിയായി മാറി. ദ സ്കൈ വാസ് ക്ലിയർ. നോക്കൂ, അവളുടെ സന്തോഷത്തിനനുസരിച്ച് ആകാശം നല്ല തെളിമയുള്ളതായിരുന്നു. ആൻഡ് ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. പോരാത്തതിന് ആകാശത്ത് അസാധ്യ ഭംഗിയുള്ള ഒരു റെയിൻബോയും കണ്ടു, മഴവില്ലും കണ്ടു. അപ്പോൾ മഴവില്ലും തെളിഞ്ഞ ആകാശമൊക്കെ നമ്മുടെ സന്തോഷത്തെയാണ് കാണിക്കുന്നത്. സോ ഇതാണ് ഈ ലെസന്റെ ആപ്റ്റ് ട്രാൻസ്ലേഷൻ. താങ്ക് യു ടിയേഴ്സ്. താങ്ക് യു വെരി മച്ച്.